അപ്പോൾ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഇവർ വിശദീകരിക്കണം. എന്തായാലും DCCയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നമ്മൾ പോലും മനസ്സാവാതെ അറിയാത്തൊരു കാര്യത്തിൽ അത്തരത്തിൽ പറയുമ്പോൾ ആ DCC തന്നെ വിശദീകരിക്കണം ഞാൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത്. പാർട്ടി നടപടി നേരിട്ട കൗൺസിലർ ഷീബ ഡുറം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കാനുള്ളൊരു കാരണം? ഇങ്ങനൊരു നടപടി വന്നു എന്ന് തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് പത്രത്തിൽ നിന്ന് വിളിച്ചപ്പോഴാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്താണ് എന്നെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയെന്നവരിങ്ങനെ പറഞ്ഞു ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ആഴ്ച മുമ്പാണ് മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഇവർ വിശദീകരിക്കണം. എന്തായാലും DCCയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നമ്മൾ പോലും മനസ്സാവാതെ അറിയാത്തൊരു കാര്യത്തിൽ അത്തരത്തിൽ പറയുമ്പോൾ ആ DCC തന്നെ വിശദീകരിക്കണം ഞാൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് വിശദീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പത്രത്തിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ ഇങ്ങനൊരു നടപടി എനിക്കെതിരെ വന്നു എന്നറിയുന്നത്. ഞാൻ ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ജൂണിൽ ഇവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. കാരണം സാധാരണ കോർപ്പറേഷൻ്റെ MLA ലൈറ്റ് ഇട്ടാലും MP ലൈറ്റ് ഇട്ടാലും നമുക്ക് കൗൺസിലറെ അറിയിക്കണമെന്നൊരു നടപടിയുണ്ട്. കാരണം ഇതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് കോർപ്പറേഷനാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ലൈറ്റ് ശരിയാക്കാൻ കൊണ്ടുവന്നത് പുറത്തുനിന്ന് 2 പേര് വന്നിട്ട് അവിടെ കുഴിപ്പിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് റോഡ് കുഴിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് എന്നെ അസഭ്യം പറയുകയും വളരെ മോശമായിട്ട് ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാത്ത രീതിയിൽ വളരെ മോശമായിട്ട് എനിക്ക് കരാറുകാരൻ കൈക്കൂലി തരാത്തത് കൊണ്ട് ഞാനത് ചെയ്യിക്കാതെ എന്നൊക്കെ പറഞ്ഞു. IA ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തിയും സുമിത്ത് എന്ന് പറഞ്ഞ വ്യക്തി, അങ്ങനെ പേരെടുത്ത് ഞാൻ പറയുന്നത് അത്തരത്തിൽ അവിടെ ഓട്ടോക്കാരെല്ലാവരും സാക്ഷികളാണ്. പക്ഷെ ഞാൻ അവിടെ അത് പ്രതികരിക്കാഞ്ഞത് അവിടെ നിന്ന് ആളുകൾ ഇത് പറയുന്നത് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ക്ഷമയോടെ പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ എനിക്കെതിരെ ഇത്ര ആരോപണങ്ങൾ, ഞാൻ കൈക്കൂലി മേടിക്കാതെ കോൺഗ്രസ് കൗൺസിലർ MP ലൈറ്റുകൾ തടഞ്ഞു എന്നും അങ്ങനെ വ്യാജമായ വാർത്തകൾ ചമച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇത് ഞാൻ എല്ലാം എൻ്റെ പ്രിൻ്റ് എടുത്ത് ഈ വാട്സപ്പിലെ സന്ദേശങ്ങളെല്ലാം പ്രിൻ്റ് എടുത്ത് ഞാൻ DCC പ്രസിഡൻറ്റിന് ഞാൻ ഇതിൻ്റെ രേഖാമൂലമുള്ള എല്ലാം ഞാൻ ഈ അടുത്താണ് ജൂണിൽ 1 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇന്നിപ്പോൾ ഓഗസ്റ്റ് 1 ഞാൻ കൊടുത്തതാണ്. അത് കഴിഞ്ഞത് ഇപ്പോൾ ഇന്നലെ ഇതാണ് ഞാൻ കേൾക്കുന്നത്. ഈ DCC പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ നടപടി എടുക്കാനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത് തുടർച്ചയായി മുമ്പ് നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു, മാപ്പപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്നാണ്. എന്നെ പാർട്ടിയുടെ ഒരു പരിപാടികളും എന്നെ അറിയിക്കാറില്ല. DCC പ്രസിഡന്റ് എന്നെ വിളിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മണ്ഡലം ഭാരവാഹികളോ മണ്ഡലം പ്രസിഡൻറ്റോ ബ്ലോക്ക് പ്രസിഡൻറ്റോ അറിയിച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ ഒരു അറിയിപ്പും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്നു, ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നമുക്ക് പോലും ഒരു അറിയിപ്പ് തരാതെ പത്രത്തിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഇത്തരത്തിൽ എന്നെ പുറത്താക്കി എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത് തന്നെയാണെന്നാണ് എനിക്ക്. പാർട്ടിക്കുള്ളിൽ വിഭാഗീയത അങ്ങനെയുള്ളതായി തോന്നിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇരയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതിനേലും കൂടുതൽ ഇപ്പോൾ BJP ഇത്രയും ഒരു സഭയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ, സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും നടക്കുമ്പോൾ അതിനോട് അനുകൂലമായി നിൽക്കുന്നവരെ പോലും പുറത്താക്കാത്ത ആളുകൾ ഇവിടെ ഞാൻ കോൺഗ്രസ്സിന് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വോട്ട് ചെയ്ത എന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്നും പറഞ്ഞ് പുറത്താക്കുന്ന നടപടി എന്താണെന്നുള്ളത് ഞാൻ തന്നെ അത്ഭുതത്തോടെ കാണുകയാണ്. ഇതാണോ DCC എന്ന്? ഇനി ഈ ആരോപണങ്ങളൊക്കെ പറയുന്നവർ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ പാർട്ടിയുമായി സഹകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടക്കുമോ? ഞാനൊരു മതനിരപേക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് ജനസേവകയായി തന്നെ ഇവിടെ തന്നെ തുടരുമെന്ന് എനിക്കതിന് പ്രത്യേകിച്ച് ഒരു ജനസേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പും ഒത്തിരി കാര്യങ്ങൾ ചെയ്തത്. ഇനിയും ഞാൻ ഈ സമൂഹത്ത് തന്നെ ഒരു ജനസേവകയായി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ. കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ പലരും ഇത്തരത്തിൽ അകാരണമായി ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? അതിപ്പോൾ അനുഭവമുള്ളവർക്ക് പറയാം. എൻ്റെ അനുഭവം തന്നെ ഞാൻ സാക്ഷി നിർത്തി പറയുന്നു. ഞാൻ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായ കാലഘട്ടത്തിൽ, കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്ത് സമൂഹത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും എല്ലാം ചെയ്ത് പ്രവർത്തിക്കണമെന്ന് ഒരാഗ്രഹം. ഞാൻ അന്നും ഇന്നും പാർട്ടി നോക്കാണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന ഗ്രൂപ്പ്
ഗ്രൂപ്പ് ഇല്ല. നമ്മളൊരു ജയിച്ചു കഴിഞ്ഞ കൗൺസിലർ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാവരും നമ്മൾ ആ ഒരു ഇലക്ഷൻ ടൈമിലേ ഉള്ളൂ പാർട്ടി. അത് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനസേവകരാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടോ ഞാൻ പറഞ്ഞതുപോലെ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വിവാദങ്ങൾ കോർപ്പറേഷനിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.